ഹായ് ഗായ്സ്, വി ആർ ബാക്ക്. അതെ, ഇന്നത്തെ പുതിയ എപ്പിസോഡ്. അതെ, ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റം ആലിം. അതെ, അതിന് ഇന്നലെ മൊത്തം ടയേർഡായി ഗൈസ്. അതുകൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് ഭയങ്കര ഷോർട്ടായി പോയത്. കാരണം എന്താ പറയാ, അവിടുത്തെ ആ ചൂട്, ലൈക്ക് ആ ഏരിയയിലെ ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു. അത് മഴ പെയ്യാൻ പോകണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര മഴക്കാറും ഫുൾ ടൈം എ സി ഒക്കെ റൺ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. ആ പഴയ, അതായത് ഇപ്പൊ ഇട്ടേക്കണ, ഇപ്പൊ എല്ലാം ലൈക്ക് ലാസ്റ്റ് ഇട്ടേക്കണ വീഡിയോയില് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാരും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. അത്ര ചൂടോടെടുത്ത് വല്ലാണ്ടായി പോയി. അത് ആ ഏരിയയുടെ പ്രശ്നം കേട്ടോ, വീടിന്റെ പ്രശ്നം അതല്ല. അന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ഷോക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ വ്ലോഗ് സെറ്റ് ആക്കണം, കൊറേ ലോങ് വീഡിയോ എടുക്കണം, പിള്ളേരെയൊക്കെ വെച്ച് നല്ല സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചാ. പക്ഷെ ആ ചൂട് കടിച്ചതൊക്കെ എല്ലാവരുടെയും ബോധം പോയി. പിന്നെ എല്ലാരും ഒരു എ സി ഇട്ടിട്ട് ഒരു മുറി അടച്ചിട്ടിട്ട് അതിനകത്ത് അതെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയി. അപ്പൊ എന്താ പറയാ, കൂടുതൽ വ്ലോഗ് എടുക്കാനുള്ള മൂഡായി ഒക്കെ പോയി. അതുകൊണ്ട് ഇന്നൊരു പുതിയ വ്ലോഗ് കൊണ്ട് ഞങ്ങൾ അതെ ഇന്ന് ഞങ്ങൾ അതെ ഞങ്ങൾ തേരാപ്പാര തുടങ്ങി ഫുൾ ഫ്രഷ് ആയി. ഫുൾ കുളിച്ച് സെറ്റ് ആയിട്ട് അതെ അതെ ഇവനും കുളിച്ചിട്ടുണ്ട് ഗൈസ്. കുളിച്ചിട്ടില്ലാന്ന് തോന്നണാണ് നിങ്ങക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നൊരു നല്ലൊരു എപ്പിസോഡ്, നല്ലൊരു ഫാമിലി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അതെ അതെ ഇപ്പൊ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാനും ചായ കുടിക്കാനും പിന്നെ വീട്ടിലേക്ക് ചായക്കുള്ള കടി മേടിക്കണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ടാസ്ക്സ്. അതൊക്കെയാണ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ കട ഗൈസ്. ഞങ്ങളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഹലോ, നമ്മുടെ 55 ഗൈസ്. ഇതാണ് നമ്മുടെ 50. അങ്ങനെ അവർ വരികയാണ് ഗൈസ്. നമ്മള് കടിയൊക്കെ വാങ്ങി, സാധനമൊക്കെ വാങ്ങി. പൊണ്ടാട്ടിക്ക് പരിപ്പോട. അതെ, എൻ്റെ പൊണ്ടാട്ടിക്ക് പരിപ്പോട വേണമെന്ന് സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കുറെ നേരെ ആളിയോ ഫോണും പിടിച്ച് കളിക്കണ്. ഓക്കെ, അങ്ങനെ പരിപ്പടൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകണം. പിന്നെ വീട്ടിലെത്തിയിട്ട് ചായ അടിച്ചിട്ട് സമയം എത്രയായി? 6:30. എന്നാലും ചായ കുടിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് വേറെ ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും. ഒരു 7 മണി 8 മണിയൊക്കെ അല്ലേ. 8 മണിക്കൊക്കെ ആയിട്ട് ഞങ്ങള് പെരിന്തൽമണ്ണ വിടും. തേരാ പാര തെണ്ടാനി, വേറൊന്നുമല്ല. തെണ്ട തിന്ന. പക്ഷെ 2 വണ്ടിയിലാവും നമ്മള് പോവാ. അതാണ് ടാസ്ക് ആവുക. അതുകൊണ്ട് അപ്പൊ അളിയ വ്ലോഗ് എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങള് വ്ലോഗ് എടുക്കും. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും വീട്ടിലെത്തിയിട്ട് പരിപ്പട തിന്നണത് കാണാം, അല്ലെങ്കിൽ പരിപ്പട തിന്നണത് കാണിക്കൂല. എന്താ അവസ്ഥ നോക്കിയിട്ട് ഞങ്ങള് കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, ബൈ. ഈ വ്ലോഗ് ഞാൻ കണ്ടിട്ടുണ്ടാക്കി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. നോക്കി അന്റെ ഇൻട്രോ എടുത്തിട്ടില്ല. പറ ആരാ? ഇവന്റെ താത്തയാണ് ഗൈസ്. പേര് പറയാ, ഫുൾ ഡീറ്റെയിൽസ് പറയാനായിട്ടാണെങ്കിൽ എന്താ, ഇവര് ആമിറ എന്ന പേരാണെങ്കിലും ആമീന്ന വിളിക്കണത്. പിന്നെ കുറച്ച് ഉറക്കനെ പറഞ്ഞു. മൈക്കിലല്ലേ, മൈക്കിൽ കുറച്ച് ഉറക്കനെ പറഞ്ഞു. ഇവന്റെ സിസ്റ്റർ ആണ്, അതായത് അളിയന്റെ ആരായി? അമ്മായിന്റെ മോനെ. ഇതിനെല്ലാവർക്കും അറിയാലോ. കിട്ടാണ്ട് കിടക്കുക.
ബാക്കി കിട്ടില്ല മൂഞ്ചിയിലെ പുറത്തോണ്ടായിട്ടിട്ട് വാ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി. We are back, guys. ഞങ്ങൾ സ്ഥിര സ്ഥലത്തെത്തിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ഫുഡ് സ്ട്രീറ്റ് ഗൈസ്. എന്താണ് ഇതിന് പറയണത്? നിവ്യോ. ഇവിടെ നിവ്യോടെ ഫാമിലി ഫൺ പാർക്കൊക്കെ ഉണ്ട്. ഞാൻ ഒരു എപ്പിസോഡിൽ കാണിച്ചാണ്. ഓൾറെഡി കണ്ടതാണ്, എന്നാലും വീണ്ടും കണ്ടോളൂ. വൈ നോട്ട്? അതെ. അപ്പോ ബാക്കി കാണാം ഗൈസ്. നമ്മൾ പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ വിഷയം കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ പരിപാടി ഇതൊക്കെയാണ്. സത്യം ഇവിടെ വേറെ തന്നെ ഒരു ലോകം. ഇവിടുത്തെ കളക്ഷൻസ് കുറവാണ്. കെയിനൊക്കെ വന്നത് സത്യം നല്ല ഇനാഗ്രേഷന് ഇവിടെ ഫുള്ള് സാധനങ്ങൾ ഞാൻ വന്നിന്ന് പറഞ്ഞു. ഇപ്പൊ ഉള്ളല്ലേ സാധനം. അതെ, വേറെ തന്നെ ഒരു ലോകം. ഇതിന് ഇതിന് അല്ല, ഇതിന് 2000 സംതിങ് ആണ് ഒക്കെ വരുന്നുണ്ട് റേറ്റുകൾ. ആ, ഇവിടെ ഹോട്ട് വീൽസിന് മാത്രമുള്ള ചെറിയ എമൗണ്ട് കുറവുണ്ടാവുക. ബാക്കി എല്ലാത്തിനും 2000 1000 സംതിങ് റേറ്റ് വരും. ഫുൾ ഇമ്പോർട്ടഡ് ഐറ്റംസാ, അതുകൊണ്ടാ. ഓ സീന് നോക്ക്. നമ്മുടെ ഡൊമിനിക് ടൊറേറ്റോയുടെ മറ്റേ ചലഞ്ചറൊക്കെ ഉണ്ട് ഇവിടെ. വിഷയം തന്നെ. ഹോട്ട് വീൽസിന്റെ ലിമിറ്റഡ് എഡിഷൻ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതിൽ കൊണ്ടുപോയി വെക്കണം. ഗെയിമിംഗ് റൂം സെറ്റ് ആക്കുമ്പോ ആ റേറ്റിനുള്ള മുതലുണ്ട്. അല്ല, എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഈ കളക്ഷന്. ഈ സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. തുറക്കണം. നമ്മള് സ്പെഷ്യൽ കെയർ ഒക്കെ വെച്ചിട്ടാ തുറക്കുക. കുറച്ച് ഫണ്ട് വന്നിട്ടാണ് ഗൈസ് ഇതൊക്കെ കൊറേ അങ്ങോട്ട് വാങ്ങിയിടാം വീട്ടില്. ഇതല്ലേ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും പറഞ്ഞ. അതെ, ഇതെല്ലാം ഒക്കെ വലുതായിട്ട് വേണം കുറെ കാറൊക്കെ ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ. ഇതിനെത്ര 1,800? കൊള്ളാം. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം ഗൈസ്. ഗൈസ് ഒരു സംഭവം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എന്റെ മാതാശ്രീ. മാതാശ്രീക്ക് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യണുള്ളതെന്ന്. അപ്പോൾ ഞാനും കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി തുടങ്ങിയിരിക്കുകയാണ്. ആലിമോൻ ഓൺ ദ ഫ്ലോർ. മറ്റേ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വലിയ ജെൻസി മോഡല്. മാംഗോ ഫലൂദ. ഒരു മിനിറ്റ്. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഒറ്റയ്ക്ക് ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചാൽ കിട്ടും ഈ സുഖം. ദിസ് ഇസ് മുബീസ് കിച്ചൺ. തേൻ എന്താ തേനെല്ലിക്ക് കഴിച്ചിട്ട് കിടക്കണ എന്റെ പോട്ടാട്ടി ഗൈസ്. എവിടെ പോയാലും പിന്നെ ലോകത്തില്ലാത്ത സാധനമൊക്കെ കണ്ടുപിടിച്ച് വന്നോളും. അതാണ് ഇവളുടെ ഒരു കഴിവ്. നമ്മുടെ പുതിയ സാധനം എത്തിയിരിക്കുകയാണ്. ക്രീം ചീസ് കുനാഫ.
അങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞു ഗൈസ്. ക്രീം ചീസ് കുനാഫ. എന്താ ഇത് അളിയനാക്രാന്താണ് കഴിച്ചു. ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു സേമിയയുടെ ടേസ്റ്റ് വളരെ ടേസ്റ്റാ. ഇതെന്തേ മൈക്കൂരി പറയൂ എങ്ങനെയുണ്ട്? ചെറിയ മൂഞ്ചിതല്ലേ? അതെ അതെ അതെ, കൊടുത്ത പൈസക്കുള്ള മുതലൊന്നുമല്ല. ഇതൊരുമാതിരി എണ്ണയിലിട്ട് വറുത്ത, എണ്ണയിലല്ല നെയ്യിലിട്ട് വറുത്ത സേമിയ പോലെ ഉണ്ട്. കുറച്ചെങ്കിലും സോഫ്റ്റ് ഉണ്ടാവും. ഇത് ഭയങ്കര ഒരുമാതിരി ലൈക്ക് ഭയങ്കര ഹാർഡാണ് സാധനം. ക്രീം ആണെങ്കിലും ഒരു ഇതില്ല, സുഖല്ല. അത് ഇവിടെ പറയരുത്, ഈയാണ് പറഞ്ഞ സൈലബ മേടിക്കണ്ട, ഇങ്ങോട്ട് വന്നാ മതി. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ അത് വേണ്ട. അതെ അതെ, ദിസ് ഇസ് ആമറസമിൻ ഗൈസ്. ഇതാണ് നമ്മുടെ, അതായത് എന്റെ സിസ്റ്റർ ആണ്, അതായത് ആലിമിന്റെ മൂത്ത സിസ്റ്റർ. ഇവരെന്റെ കസിൻസ് ആണ് ആക്ച്വലി. അതായത് എന്റെ ഉമ്മയുടെ യങ്ങർ ബ്രദറിന്റെ മക്കളാണ്. എന്റെ സിബ്ലിങ്സ് പോലെ തന്നെയാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ എന്താ പറയാ ഒന്നിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് ഗൈസ്. എന്താണ് അഭിപ്രായം? 10 ഒരു 5. ആലിം 5 കൊടുത്തു ഗൈസ്. 2, 3 അതിന്റെ അപ്പുറം പോകും. ഈ സാധനത്തിന്റെ അടിയിലൊക്കെ ഇതെന്താ മറ്റേ ഇവിടെ ഇത് കാണിക്ക്, എന്താ ചപ്പാത്തിയോ? ചപ്പാത്തിനെക്കാട്ടിലും കട്ടിയുള്ള സാധനമാണ് ഇതിന്റെ അടിയിൽ. കിട്ടണം കൂടി ഇല്ല. എനിക്കിഷ്ടായില്ല. ഇച്ച പോയത് കാണിച്ചോ? ഇതിരിക്കോ അത് കൊണ്ടുപോയിക്കോ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഫുഡ് അടിക്കാൻ പോവാണ്. ഇനി TNTക്ക് നമ്മൾ പോണത്. പുതിയ മോഡല് ഇതന്നെ പണി. ഇപ്പൊ TNTക്കാണ് പോണത്. അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ പാർസൽ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കും. നമുക്ക് പോവാം. ഫാമിലി ഒക്കെ ഉള്ളതല്ലേ, വേറെ ചെയ്യാനൊന്നുമില്ല. പെരുന്തൽമണ്ണ കാര്യമായിരിക്കും നടക്കാനുള്ള ഇതല്ലേ ഉള്ളൂ. അതൊന്നും നമുക്ക് സീനില്ല. നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മള് മര്യാദയുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു നോക്കും. പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇരുന്ന് കഴിക്കും. അത്രേ ഉള്ളൂ. TNTയിലൊന്നും നമുക്ക് നല്ല തിരക്കാം. അതിന് പാർസൽ വാങ്ങി പോകാം. പിന്നെ ആർക്കും അവിടെ നിന്ന് വരുന്നത് അപ്പൊ എന്തായാലും TNTയിൽ എത്തിയിട്ട് കാണാം. ബൈ. TNT എത്തിയിട്ടുണ്ട്. മുന്നിൽ അളിയന്റെ വണ്ടിയില് ഫുൾ തള്ള വൈബ്സ് ഉണ്ട്. അങ്ങനെയല്ല, ഉമ്മയൊക്കെ ഉണ്ട്. ഇതില് ഞങ്ങളും ഉണ്ട്. ഞങ്ങള് വണ്ടി നോക്കിയിട്ട് അളിയൻ തന്നെ എന്ത് ചെയ്ത് നല്ലൊരു സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ചളിക്കാക്കി.
നിങ്ങൾക്കവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കി നോക്കി. ഗൈസ് അളിയൻ പെട്ടു ഗൈസ്. അവൻ പാർക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കിയത് ഈ റോഡിലുള്ള കുളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തിരിച്ച് കയറി വണ്ടിയൊക്കെ മുന്നിലോട്ടിട്ട് ഇറങ്ങി വരും മുതൽ. വരുന്നുണ്ട്. എന്താ മോനെ, ആരാ മോനെ ഫോണില്? ആ അല്ല ഇനിയാണ് എന്ത് ചെയ്യണ്ട്? ഇനി നീ നീന്തണ ഇനി. സക്സസ്. അപ്പം ഞങ്ങളിനി കുറച്ച് ഫുഡ് ഞങ്ങളിവിടെ ഓർഡറൊക്കെ കൊടുത്തു. ഇനി ഇവിടെ നിന്ന് സാധനം വാങ്ങി നെക്സ്റ്റായിട്ട് കൊടികുത്തി മല, ഇവിടുത്തെ ഒരു ഫേമസ് മല സ്പോട്ടാണ്, ഹൈ റേഞ്ച് ടൈപ്പ് സ്പോട്ടാണ്. അപ്പോൾ അവിടെ പോയി ഫുഡ് അടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഷവർമ വാങ്ങാൻ നിൽക്കണം. ഷവർമ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇനി കൊടികുത്തി മലയാണ് ഗൈസ് അടുത്ത പ്ലാൻ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാം. അതെ, അതോടുകൂടി കൊടികുത്തി മല ആയിരിക്കും ഇന്നത്തെ എൻഡിങ് വ്ലോഗ് അല്ലേ? അതെ. അപ്പോൾ ഓരോരോ പരിപാടിയായിട്ട് എൻഗേജഡ് ആവാം. അതെ. അപ്പോൾ ഇനി ബാക്കി കൊടികുത്തി മലയിൽ പോണ വഴിക്ക് ഗൈസ്. ഓക്കെ, ബൈ. അതെ, നരകത്തിലെ കോഴി ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ മറ്റേ ഇവിടെ ഈ ലോകത്തിൽ ചെയ്യണ തെറ്റൊക്കെ മരിച്ചു കഴിഞ്ഞ് പടച്ചോ നരകത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കമ്പി കൊണ്ടുപോയി നമ്മളെ കുത്തി വെച്ച് ഇങ്ങനെ തീ അടിയിലിട്ടിട്ട് നമ്മളിങ്ങനെ കറക്കും. അതുകൊണ്ട് ബി ഗുഡ് പീപ്പിൾ. അതെ. ഷവർമ കിട്ടി ഗൈസ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് കൊടികുത്തി മല. അങ്ങനെ ദിസ് ഈസ് കൊടികുത്തി മല ഗൈസ്. അതെ, ഞങ്ങൾ മലയുടെ പക്കത്ത് കയറി ഷവർമ തിന്നുകൊണ്ടിരിക്കുന്നു. എന്താ ജോൺസൺ മാഷ് ആൻഡ് മല അന്തസ്. മുളകില്ല ഗൈസ്, ചതിച്ചു. ചതി. ദിസ് ഈസ് അവർ ചായക്കട. ജീരക സോഡ കുടിക്കണം, കട ബിയർ കുടിക്കാൻ തോന്നുന്നു. ആ കോമഡി ആവും. സുലൈമാനി നല്ല ആംബിയൻസ് ആണ്. അത് ഇൻവെർട്ടറാണ് മെയിൻ ആയിട്ട്. എന്താ സുലൈമാനി വെച്ചിട്ട് ആവി പിടിക്കും. ഇൻവെർട്ടറാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. പാട്ടുണ്ടോ ആംബിയൻസിൽ നിന്ന് സുലൈമാനി ഈ ഷവർമ ഇന്നത്തെ വ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഉമ്മൊക്കെ ഉണ്ടോ? കാണിച്ചോ. ഹായ് പറ. ഹായ്. ഞാൻ വെല്ലുവല്ലേ? വലുതായി വരുന്തോറും നമ്മൾ ചെറുതായി വരണം കുട്ടിയായിട്ട്. പാട്ടിന്റെ ആംബിയൻസിലേക്ക് ഇനി വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. വീട്ടിലോട്ട് പോകും. ഇപ്പൊ വീട് കണ്ട് മടുത്താണ് നിങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വീട്ടിൽ പോകുന്നതൊന്നും കാണിക്കണില്ല. കൊടുത്തിമല്ലെന്ന് വ്ളോഗ് ഞങ്ങൾ എൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണാം.